നമസ്കാരം. ഒരു ലോകോത്തര സംഘടന ഒരു ഓഫീസ്, ഒരു കാര്യാലയം പണിയുന്നു. അത് രാജ്യ തലസ്ഥാനത്ത് തന്നെ പണിയുന്നു. അത് അത്ര വലിയ കാര്യമാക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു ഓഫീസ്, സാധാരണഗതിയിലുള്ള ഒരു ഓഫീസ്, അത് നടന്നു പോകുന്ന ഒരു ഓഫീസ് സംവിധാനങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെയുണ്ട്. ഏതാണ്ട് 150ഓളം മുറികൾ, എത്രയോ പേർക്ക് താമസിക്കാം. ഒരു ആശുപത്രിയുണ്ട്, മറ്റ് സൗകര്യങ്ങളുണ്ട്, ഭക്ഷണശാലകളുണ്ട്, അതുപോലെ പ്രത്യേകമായ സഹായ ഡെസ്കുകളുണ്ട്, ട്രാവൽ ഡെസ്കുകളുണ്ട്, പ്രത്യേകമായ മുറികൾ, പ്രത്യേകമായ ഗസ്റ്റുകൾ വന്നാൽ, അതിഥികൾ വന്നാൽ താമസിക്കാനുള്ള സൗകര്യം, ശീതീകരിച്ച സംവിധാനങ്ങൾ, കോൺഫറൻസ് ഹാൾ. ഞാൻ ഈ വാദോരാതെ പറയുന്നത് രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്ന സംഘടനയുടെ ഡൽഹിയിലെ ഇന്ദ്രപ്രസ്ഥത്തെ കാര്യാലയത്തെ കുറിച്ചാണ്. തീർച്ചയായിട്ടും ഡൽഹിയിൽ ഒരു ഓഫീസ് ഈ രീതിയിൽ RSS പണിയുകയാണെങ്കിൽ അതിനു പിന്നിൽ പല ചിന്തകൾ ഉണ്ടാകും. നമുക്കറിയാം, ഡൽഹി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് RSSന്റെ പ്രവർത്തനം ഏത് രീതിയിലായിരുന്നു. ആയിരക്കണക്കിന് ഡ്രോയിങ് റൂം മീറ്റിംഗുകൾ നടത്തി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഒരു കൃത്യമായ എണ്ണയിട്ട യന്ത്രം പോലെ RSS പ്രവർത്തിച്ചു. അതിന്റെ തീർച്ചയായിട്ടും അതിന്റെ ഫലം BJPക്കും NDAക്കും കിട്ടുകയും ചെയ്തു. അപ്പം ഈ കാര്യാലയം അവിടെ പണിയുന്നത്, ഡൽഹിയിൽ പണിയുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഉയർന്നു വരുന്നത് തീർച്ചയായിട്ടും ഡൽഹി കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ RSSന്റെ പ്രധാന കാര്യാലയം നാഗ്പൂരാണ്. നാഗ്പൂരിന് സമാനമായി തന്നെ ഡൽഹി കൂടി കേന്ദ്രീകരിച്ച് പുതിയ പ്രവർത്തന ശൈലി മെച്ചപ്പെടുത്താനും പുതിയ കാര്യകർത്താക്കളെ കണ്ടെത്താനും യുവാക്കൾക്കിടയിൽ കൂടുതൽ RSSനെ കുറിച്ചും RSSന്റെ സംസ്കൃതിയെക്കുറിച്ചും രാഷ്ട്രധർമ്മത്തെക്കുറിച്ചും ഒക്കെ പ്രചരിപ്പിക്കാനും അവരുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഏകോപിപ്പിക്കുന്നതിനും വേണ്ടിയാണ് എന്നാണ് മനസ്സിലാകുന്നത്. RSSനെ കുറിച്ച് നമുക്കത്രേ പറയാൻ പറ്റുകയുള്ളൂ. പ്രാഥമികമായിട്ട് ഒരു ഓഫീസ് സൃഷ്ടിക്കുന്നു, അത് എന്തിനാണ് ഏതിനാണ് എന്നുള്ളത് ഇപ്പോൾ പറയാൻ പറ്റില്ല. പക്ഷേ അതുകൊണ്ടായിരിക്കാം നേരത്തെ ഒരു ചർച്ചയിൽ ഞാനും ശ്രീ കുമാർ സംയോഗിയും പങ്കെടുത്ത ഒരു ചർച്ചയിൽ അദ്ദേഹം എന്നോട് ചോദിച്ചു, അടിക്കടി RSSന്റെ സർസംഘചാലക് കേരളത്തിൽ വരുന്നുണ്ട്, എന്താണ് അതിന്റെ ഒരു വീക്ഷണം എന്താണെന്ന് ചോദിച്ചു. തീർച്ചയായിട്ടും കേരളത്തിൽ വളരെ ശക്തമായി പ്രവർത്തനം കാഴ്ചവെക്കാനും കേരളത്തിലെ സാംസ്കാരിക സംഘടനകൾക്കിടയിൽ, മതസംഘടനകൾക്കിടയിൽ, അതുപോലെ തന്നെ സാമൂഹ്യ സംഘടനകൾക്കിടയിലൊക്കെ തന്നെ കൂടുതൽ സ്വാധീനം ഉറപ്പിക്കാനും കേരളത്തിൽ ശക്തമായ ഒരു സാന്നിധ്യമായിക്കൊണ്ട്, അത് തെരഞ്ഞെടുപ്പ്, പാർലമെന്ററി ജനാധിപത്യ രംഗത്തുകൂടി ശക്തമായ സാന്നിധ്യമായി കൂടി മാറാനുള്ള ശ്രമത്തിന്റെ ഒരു ഭാഗമായിട്ടായിരിക്കാം RSS മേധാവി പലപ്പോഴായി കേരളത്തിലെ പല സാംസ്കാരിക പരിപാടികളിലൊക്കെ തന്നെ പങ്കെടുക്കുന്നത് എന്നൊരു ആശയമാണ് ഞാൻ പങ്കുവച്ചത്. അതും ഞാൻ ഉറപ്പ് പറഞ്ഞില്ല, കാരണം എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല അതിനാണോ വരുന്നത് എന്നുള്ള കാര്യം. ഇപ്പോൾ ഒരു കാര്യാലയം പണിയുന്നു, ഒരു ഓഫീസ് പണിയുന്നു, അത് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി പ്രത്യേകമായി 3-4 ടവറുകളായിട്ട് പണിയുന്നു. എല്ലാ സന്നദ്ധ സംഘടനകളുടെയും അതുപോലെ തന്നെ വിവിധ ക്ഷേത്രങ്ങളുടെയും ഒക്കെ തന്നെ ഓഫീസുകൾ അതോടനുബന്ധിച്ച് നടത്തുന്നു. സേവാഭാരതിയുടെ ഓഫീസ്, അതുപോലെ തന്നെ ABVPയുടെ ഓഫീസ്, വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഓഫീസ്, അങ്ങനെ എല്ലാ മേഖലകളിലും യുവമോർച്ചയുടെ, മഹിളാ മോർച്ചയുടെ ഒക്കെ അനുബന്ധ ഓഫീസുകളൊക്കെ തന്നെയുണ്ട്. ഒപ്പം തന്നെ പ്രത്യേകമായ കോൺഫറൻസ് ഹാളുകൾ, പ്രത്യേകമായ മറ്റ് എല്ലാവിധ അത്യാധുനിക സംവിധാനങ്ങളും, ഒരു ചെറിയ ക്ഷേത്രമുണ്ട്, അങ്ങനെ പലതുമുണ്ട്. അപ്പോൾ എന്തായാലും ഒരു കാര്യാലയം ഡൽഹിയിൽ പണിയുന്നത്, ഇത്രയും സൗകര്യങ്ങളോടുകൂടി പണിയുന്നത് വെറുതെ തുറന്നിടാനല്ല, പ്രചാരകർക്കും പ്രവർത്തകർക്കും വന്ന് വെറുതെ താമസിച്ച് ഉറങ്ങിപ്പോകാനല്ല. കൃത്യമായ ഒരു നീക്കം അതിനകത്തുണ്ട്. കൃത്യമായി അവിടെ നിന്നുകൊണ്ട് കാര്യങ്ങൾ ഏകോപിപ്പിക്കാനും നിയന്ത്രിക്കാനും നാഗ്പൂരിൽ നിന്ന് നാഗ്പൂരിന്റെ ഒരു ശാഖയായി പ്രവർത്തിക്കാൻ, ഒരു പ്രധാനപ്പെട്ട ശാഖയായി പ്രവർത്തിക്കാൻ ഡൽഹി കാര്യാലയം തയ്യാറാകുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. എന്തായാലും കാര്യാലയത്തിന്റെയും സംഘത്തിന്റെയും പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചു കഴിഞ്ഞ ശേഷമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ എന്നത് ഒരു സത്യം തന്നെയാണ്. എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്.